എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ ധരംശാലക്കടുത്തുള്ള മക്ലോഡ്ഗഞ്ച് എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ മക്ലോഡ്ഗഞ്ചിൽ ദലൈലാമയുടെ ആസ്ഥാനമായ ടെമ്പിൾ കോംപ്ലക്സ് സന്ദർശിച്ച് അവിടുത്തെ വിശേഷങ്ങളായിരുന്നു പങ്കുവച്ചത്. അപ്പോൾ ആ ടെമ്പിൾ കോംപ്ലക്സിന് അടുത്ത് തന്നെയായിട്ട് ഒരു ടിബറ്റൻ മാർക്കറ്റ് ഉണ്ടെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ആ ടിബറ്റൻ മാർക്കറ്റിലത്തെ കാഴ്ചകൾ കാണാം, പിന്നെ കുറച്ച് ടിബറ്റൻ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാം. വരൂ. ഞങ്ങളങ്ങനെ ദലൈലാമയുടെ ടെമ്പിളിൽ നിന്ന് തൊഴുത് പുറത്തിറങ്ങി. ഇപ്പോൾ വളരെ പീസ്ഫുള്ളായ ഒരു ആംബിയൻസ് ആയിരുന്നു അവിടെ. നല്ല മനസ്സ് നിറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് അവിടെ കിട്ടിയത്. ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ബാക്കി നമ്മൾ എല്ലായിടത്തും കാണുന്ന മൊണാസ്ട്രികളുടെ ആഡംബരങ്ങളോ കെട്ടുകാഴ്ചകളോ ഒന്നും ഇല്ലെങ്കിലും വളരെ നല്ല സൂത്തിങ് ഒരു എക്സ്പീരിയൻസ് ആണ്. വൺസ് ഇൻ എ ലൈഫ് ടൈം നമ്മൾ സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ മക്ലോഡ്ഗഞ്ചിലെ ദലൈലാമയുടെ ആസ്ഥാനം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ടിബറ്റൻ മാർക്കറ്റാണ് പിന്നെ ഒരു 500 മീറ്റർ ദൂരത്തിലേക്ക്. അപ്പോൾ അവിടുത്തെ ഓരോ കടകളൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം. നല്ല ഭംഗിയില്ല തലയാട്ടുന്ന ബുദ്ധനെ കാണാൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കടയിലൊക്കെ കയറി വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഈ ടിബറ്റൻ റിലേറ്റഡ് സാധനങ്ങളാണ്. ബുദ്ധിസമായിട്ട് റിലേറ്റഡ് ആയതും പിന്നെ അവർ ടിബറ്റിലത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്ന പോലത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ രുദ്രാക്ഷം അതൊക്കെ വിൽക്കാനുണ്ട്. പിന്നെ കൂടുതലും ഉള്ളത് ഇവരുടെ റിലിജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സാധനങ്ങളാണ്. നമുക്ക് ഈ വഴി നടക്കുമ്പോഴൊക്കെ ദലൈലാമയുടെ നിറയെ അനുയായികൾ ഇതുവഴി പോകുന്ന കാണാം. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും മോഞ്ചത്തിനും ഹനിക്കും വിശന്നു. അപ്പം ഞാനാണെങ്കിൽ ടിബറ്റൻ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച കാരണം ഞാൻ കഴിച്ചില്ല. അപ്പം നോക്കുമ്പം അവിടെ അടുത്തൊരു കടയിൽ ഹൈദരാബാദി മട്ടൻ ബിരിയാണി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും അത് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും നടക്കുകയാണ്. കടകളിലൊക്കെ നോക്കി വെറുതെ വിൻഡോ ഷോപ്പിംഗ് ആണ്, വലിയ കാര്യമായിട്ട് വേറെ ഒന്നും ഷോപ്പ് ചെയ്യുന്നൊന്നും ഇല്ല. എന്താ ബാഗ്സ് ഒക്കെ ഉണ്ട് കണ്ടോ, നമ്മൾ കാശ്മീർ വാങ്ങിച്ച പോലത്തെ ബാഗ്. അതൊരു വേമേ നടന്നോ. ഇതെന്താ ഇത് മണാലിയിൽ കണ്ട പോലത്തെ ബോർഡ് എഴുതി കൊടുക്കുന്നത്. ഹനി നടക്ക്. ഹനിക്ക് ഈ തലയിലിരുന്ന് ഇത് വേണ്ടേ? ഇവിടെ ചോദിക്കാം. ഇതിന് അങ്ങനെ ഹനിക്കൊരു ഇയർ ബാൻഡൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ മുമ്പോട്ട് നടക്കണം. അതിപ്പോൾ അവർ അവിടെ തന്നെ നിന്ന് കൈയും കൊണ്ട് ക്രോഷ്യ വെച്ച് തയ്ക്കുന്നതാണ് ഇപ്പോൾ ഹനി ഇട്ടിരിക്കുന്ന ഇയർ ബാൻഡ്. അവർ അങ്ങനെ മിനിറ്റ് വെച്ചിട്ടാണ് ഓരോ ഇയർ ബാൻഡ് ഉണ്ടാക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിൽ ഒരു ടിബറ്റൻ ആർക്കിടെക്ചറിൽ മുഴുവനായിട്ടും ടിബറ്റൻ നിർമ്മാണ ശൈലിയിൽ ഉണ്ടാക്കിയ ഒരു ബിൽഡിങ്ങാണത്. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ധരംശാലയിൽ നിന്ന് മക്ലോഡ്ഗഞ്ചിലേക്കും അവിടെ നിന്ന് തിരിച്ചും റോവേ സർവീസ് ഉണ്ടെന്ന് ടാറ്റ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ധരംശാല സ്കൈവേ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ധരംശാലയിൽ നിന്ന് മക്ലോഡ്ഗഞ്ചിലേക്കുള്ള സ്റ്റോപ്പാണ് ഇത്, ഈ സ്റ്റേഷൻ. നല്ല ഭംഗിയുള്ളൊരു ബിൽഡിങ്ങാണേ. നമ്മളങ്ങനെ അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ കണ്ടു നിന്നു. ഇപ്പോൾ നമ്മൾ ഭൂട്ടാനിലൊക്കെ പോയി കഴിയുമ്പോൾ കാണുന്ന പോലത്തെ എക്സാക്റ്റ് ടിബറ്റൻ ശൈലിയിലുള്ള ഒരു ബിൽഡിങ്ങാണ് ഈ മക്ലോഡ്ഗഞ്ചിലുള്ള ടാറ്റ സ്കൈവേ ലിമിറ്റഡ്. അത് ഇതുപോലെ ആൾക്കാരിങ്ങനെ വഴിയിലിരുന്നിട്ട് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിക്കുന്നുണ്ട്. വേണ്ട വാ, ഇനി അപ്പുറത്ത് വേറെ ആൾക്കാരുണ്ട്. രാവണാത്ത എന്ന് പറഞ്ഞ ഒരു രാജസ്ഥാനി ഫോക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ് അദ്ദേഹം വായിക്കുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ രാജസ്ഥാനിലല്ലാണ്ട് വേറൊരു സംസ്ഥാനത്ത് വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ വായിക്കുന്ന കാണുന്നത്. ഇപ്പോൾ ഈ വഴിയിലൊക്കെ നമ്മൾ നേരത്തെ മൊണാസ്ട്രിയിൽ കണ്ട മാതിരത്തെ ആർട്ട് വർക്ക്സും പെയിൻറ്റിങ്സും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആ ക്യാപ്പ് കാണുന്നത് ഹിമാചലിൻ്റെ ട്രഡീഷണൽ ക്യാപ്പ്. ഇത് കണ്ടില്ല, അതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ്. അതിനകത്ത് ഒരു വടി പോലത്തെ സാധനമുണ്ട്. അത് നമ്മൾ ആ ഉരുളി പോലത്തെ ടച്ച് ചെയ്യുമ്പോൾ നല്ല മ്യൂസിക് വരും. അപ്പം നമ്മൾ കുറച്ച് കലാപരമായിട്ടൊക്കെ ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല മ്യൂസിക് വരും. അതവർ വളരെ ഓസ്പീഷ്യസ് ആയിട്ട് കരുതുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ് ഈ ടിബറ്റൻ ആൾക്കാരുടെ. ഇപ്പോൾ കൂടുതലും ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ വിൻ്റർ ഡ്രസ്സസും അതിൻ്റെ ആക്സസറീസൊക്കെയാണ് വിൽക്കാൻ വച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ബുദ്ധിസമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പാത്രങ്ങളും ആർട്ടിഫാക്ട്സും പെയിൻറ്റിങ്സും ഒക്കെയാണ്. ഇതൊക്കെ രുദ്രാക്ഷത്തിലുണ്ടാക്കിയ ബാൻഡ്സൊക്കെയാണെന്ന് പറയണത്. പിന്നെ ഇപ്പോൾ കണ്ടില്ല നമ്മൾ, അത് കാശ്മീർ കണ്ട പോലത്തെ
കാശ്മീരിൽ നിന്നുള്ള പഷ്മിന ഷോളുകളാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ നിറയെ കടകളുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി റേറ്റ് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മളിവിടെ അംബാലയിൽ ഒരു ടിബറ്റൻ റെഫ്യൂജി മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വില ഇത്തിരി കുറവാണ്. പക്ഷേ നോർമൽ മാർക്കറ്റിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലുമാണ്. നോക്കി എന്തൊരു ഫറ, തണുപ്പത്ത് ജീവിക്കാൻ പറ്റിയ പട്ടി. ബാഗ് കേടാ. ഏത് വെള്ളം ഇതെനിക്കിഷ്ടപ്പെട്ടു. ആയ ഹന്നിത ഇവിടെ ഇവിടൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളാ. വലുത് ചെറുതൊക്കെ. ആന കണ്ടോ, കുഞ്ഞാന. ബാക്ക് എന്താണോ കൊള്ളാം. നമ്മൾ നേരത്തെ ദലൈലാമ ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ടിബറ്റൻ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ആ മൊണാസ്ട്രിയാണിത്. അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ നല്ല ഭംഗിയുള്ള ആർക്കിടെക്ചറാണ്. കുറച്ചും കൂടി അട്രാക്റ്റീവായ പെയിൻറ്റിങ്സും വർക്കും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളവിടെ കണ്ട പോലത്തെ പ്രേയിങ് വീലൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ആൾക്കാർ, എനിക്ക് തോന്നുന്നു ബുദ്ധമത വിശ്വാസികൾ മാത്രമായിരിക്കും അവിടെ പോയി പ്രാർത്ഥിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളങ്ങനെ നടന്ന് മാർക്കറ്റിൻ്റെ എൻഡിൽ എത്താറായി. ഇനിയിപ്പോൾ ഒരു ടിബറ്റൻ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ നേരത്തെ ഇവർ ഹൈദരാബാദി ബിരിയാണി കഴിച്ച കടയിൽ ചോദിച്ചപ്പോൾ അവർ ഇവിടുത്തെ ചൗക്കിൽ ഉണ്ട്. ചൗക്ക് എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ, അവിടെ ഒരു ടിബറ്റൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് വന്ന ടിബറ്റൻ റെസ്റ്റോറൻറ്റ് കിട്ടി. ടിബറ്റ് കിച്ചൺ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും താഴത്തെ ഫ്ലോറൊക്കെ ഫില്ലായിരുന്നു. അതാണ് ഞങ്ങൾ അപ്സ്റ്റേഴ്സിലേക്ക് പോവാണ്. അത്യാവശ്യം വലിയ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ആംബിയൻസ് ഒക്കെ നല്ലതായിരുന്നു. ഇപ്പോൾ ഇതാണ് അവരുടെ മെനു. ഇപ്പോൾ ടിബറ്റൻ ഫുഡ് മാത്രമല്ല, ഇന്ത്യൻ ഫുഡും കിട്ടും. പക്ഷേ ടിബറ്റൻ ഫുഡിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നോർമൽ ഐസ് ടീ, കോഫി, ടീ അതൊക്കെ അവൈലബിൾ ആണ്. നോർമൽ നോർത്ത് ഇന്ത്യൻ ഫുഡും അവൈലബിൾ ആണ്. നോൺ വെജ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, മട്ടൻ ഉണ്ട്. പിന്നെ കുറേ കൂടുതലായിട്ട് പോർക്ക് വിഭവങ്ങൾ ഇവരുടെ മെനുവിലുണ്ടായിരുന്നു. പിന്നെ കുറേ ഭൂട്ടനീസ് ഡിഷസൊക്കെ മെനുവിലുണ്ട്. അപ്പോൾ ചിലതിൻ്റെ ഒന്നും പേര് തന്നെ ഞങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലായി പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 1-2 സാധനങ്ങൾ കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ മോമോ, പിന്നെ തോഫു, പിന്നെ തുപ്ക എന്ന് പറഞ്ഞിട്ടൊരു നൂഡിൽസ് സൂപ്പുണ്ട്. അപ്പോൾ അത് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കണേ. എനിക്കാണെങ്കിൽ നല്ല എരിവുള്ള ഒരു നൂഡിൽസ് ഇല്ലേ, രാമൺ നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട്, അത് കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അത് തീർന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ തോഫുവും അവിടെ ഉണ്ടായിരുന്നില്ല. തോഫു എന്ന് പറയുന്നത് സോയാബീൻ മിൽക്കിൽ നിന്നുണ്ടാക്കുന്ന നമ്മുടെ ചീസ് പോലത്തെ ഒരു ഐറ്റമാണ്. അപ്പോൾ എനിക്ക് തോഫു കഴിക്കണമെന്നുണ്ടായിരുന്നു, ഹനിക്ക് രാമൺ നൂഡിൽസ് കഴിക്കണമെന്നുണ്ടായിരുന്നു. അത് രണ്ടും തീർന്നു പോയി. ആക്ച്വലി ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വന്നപ്പോഴത്തേക്കിനും കുറേ ലേറ്റായിരുന്നു. 3:30-4 മണിയൊക്കെ ആയി. ചിക്കൻ ഫ്രൈഡ് हाफ चिकन. നമ്മുടെ ചിക്കൻ മേഞ്ചി തുക്ക വന്നു. തുക്ക എന്ന് പറയുന്നത് ഒരു ടിബറ്റൻ നൂഡിൽ സൂപ്പാണ്. നോർമലി നൂഡിൽസ് ഇട്ടിട്ടാണ് വരിക. പക്ഷേ എനിക്ക് കിട്ടിയത് പാസ്ത ഇട്ടിട്ടുള്ളതായിരുന്നു. അപ്പോൾ 2 വേരിയേഷനിലും ഉണ്ടെന്നാണ് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. നമുക്ക് നേരത്തെ കഴിച്ച എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നോക്കിയാണ്. പിന്നെ ആണെങ്കിൽ നിറയെ വെജിറ്റബിൾസാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ന്യൂട്രീഷ്യസ് ബാലൻസ്ഡ് ഡയറ്റ് ഫുഡാന്ന് പറയാം തുക്ക എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഞാനിപ്പോൾ ഹാഫാണ് ഓർഡർ ചെയ്തത്. ഇപ്പോൾ ചിക്കനിലും മട്ടനിലും ഒക്കെ ചെയ്യും ഇവർ. വെജിറ്റേറിയൻ കംപ്ലീറ്റ്ലി വെജായിട്ടും ചെയ്യും. പക്ഷേ ഇത് വലിയ പോർഷനാണേ. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഹനിക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈഡ് മോമോ ആണ്. അപ്പോൾ പൊതുവേ ഈ ടിബറ്റൻ ഫുഡിൽ ഹൈ കലോറി ഫുഡാണ്. പക്ഷേ
മസാലകൾ തീരെ ഉണ്ടാവില്ല. ഇപ്പോൾ ഈ സൂപ്പ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ക്ലിയർ സൂപ്പിൻ്റെ പോലത്തെ ടെക്സ്ചർ അല്ലേ തോന്നുന്നത്. പക്ഷേ നോക്കൂ, നിറയെ വെജിറ്റബിൾസാണ്. കുക്കുംബർ പോലും സൂപ്പിലിട്ടിട്ടുണ്ട്. ഇപ്പോൾ കുക്കുംബറൊക്കെ ഇട്ടിട്ടുള്ള സൂപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചിക്കൻ തന്നെ കണ്ടോ, നല്ല വൈറ്റ് കളറിലായിരിക്കണം. വേറെ മസാലയൊന്നും ചേർത്തിട്ടില്ല. സിംപ്ലി ഉപ്പ് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രൈഡ് മോമോ ആയാലും അപ്പോൾ അത് ഫ്രൈ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിനകത്ത് മിൻസ്ഡ് ചിക്കനാണ്. അതിനകത്തും ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല. നമുക്കൊരു ന്യൂട്രീഷ്യസ് ഫുഡ് ഓപ്ഷൻ കൺസിഡർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ടിബറ്റൻ ഫുഡ് നല്ല ഓപ്ഷനാണെന്ന് ഞാൻ പറയും. പക്ഷേ ടേസ്റ്റ് വൈസ് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റ് ബഡ്സിനെ അത്രയും എൻ്റർടൈൻ ചെയ്യിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ദേ അവിടെ കുറച്ച് പച്ചക്കറി വിൽക്കുന്നുണ്ടായിരുന്നു. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ദലൈലാമയുടെ 2 അനുയായികൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഞങ്ങളുമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ അവരെ പരിചയപ്പെടുകയൊക്കെ ചെയ്ത് ഹനി അവരോട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു സ്റ്റാച്യു കാണാം. ഇനി ഞങ്ങൾ പറഞ്ഞില്ലേ നേരത്തെ തിരക്കായ കാരണം വഴിയിൽ വണ്ടി നിർത്തിയിട്ട് വരിക ചെയ്തതെന്ന്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ ടാക്സി പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് ചോദിച്ചായിരുന്നു. ഞങ്ങൾ വെറുതെ ബ്ലോക്കിൽ പിന്നെയും ബുദ്ധിമുട്ടാവും പറഞ്ഞ് ഞങ്ങളങ്ങോട്ട് നടന്നു പോവാണ്. വഴിയിൽ നിന്ന് പേരയ്ക്ക വെക്കുന്നത് കണ്ടപ്പോൾ ഹനി പേരയ്ക്ക വാങ്ങിച്ചു. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് നേരത്തെ വരുമ്പോൾ ഒരു നദി വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യൂ പോയിൻ്റിൽ പോയിട്ട് നമ്മൾ പകുതി വഴിയിൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ തിരക്കാണെന്ന് പറഞ്ഞിട്ട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, 2-3 മണിക്കൂർ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ടാക്സി ഡ്രൈവർ വേറെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവിടുത്തെ ട്രാഫിക് ബ്ലോക്കൊക്കെ ഒരുവിധം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോവാം. അവിടെ സൺസെറ്റ് സൺറൈസൊക്കെ കാണാൻ നല്ലതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏകദേശം സമയം 5 മണി അടുപ്പിച്ച് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നല്ലൊരു സൺസെറ്റ് കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ഈ ടാക്സി പാർക്കിങ്ങിൽ വന്നിട്ട് അവിടുന്ന് ടാക്സിയിൽ കയറി ഇനി നദി വ്യൂ പോയിൻറ്റിലേക്ക് പോവാണ്. ഇപ്പോൾ പോകുന്ന വഴിയിലുള്ള വേറൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഇപ്പോൾ കാണുന്നത്, ദാൽ ലേക്ക് എന്നുള്ളത്. കാശ്മീരിലുള്ള ദാൽ ലേക്കല്ല, ധരംശാലയിലത്തുള്ള ദാൽ ലേക്ക്. പക്ഷേ ഇപ്പോൾ അവിടെ വെള്ളമൊന്നുമില്ല, ദാൽ ലേക്കൊക്കെ വറ്റിക്കിടക്കുകയാണ്. അതാണ് പിന്നെ ഞങ്ങൾ നിർത്തിയൊന്നുമില്ല. ഇനി എന്തായാലും നമുക്ക് നദി വ്യൂ പോയിൻറ്റിലത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.